വിശ്വകർമ്മജരുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി എം ലിജു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മജരുടെ പ്രശ്നം അനുഭാവപൂർണമായി പരിഗണിക്കുകയും ആത്മാർത്ഥമായി പരിഹരിക്കുകയും ചെയ്യുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം വിശ്വകർമ്മ സമൂഹം ബുദ്ധിശക്തി കൊണ്ടും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ കൊണ്ടും വളരെ പ്രസക്തമായ ഒരു സമൂഹമാണ്. ഞാൻ ഓർക്കുന്നു, ഡൽഹിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു തവണ പാർട്ടിയുടെ ഒരു പരിപാടിയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസർ ഉണ്ട്, ലോകപ്രശസ്തനായ സാം പിട്രോഡ. സാം പിട്രോഡയെ ഞങ്ങളവിടെ വെച്ച് കാണാനിടയായി. സാം പിട്രോഡയുടെ മുഴുവൻ പേര് സത്യനാരായണ പിട്രോഡ എന്നാണ്. സത്യനാരായണ പിട്രോഡ നമ്മുടെ രാജ്യത്തെ വിശ്വകർമ്മ സമുദായത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. സാം പിട്രോഡ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ടെക്നോക്രാറ്റായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സാം പിട്രോഡയ്ക്കായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒന്ന് മുന്നോട്ട് വരാൻ തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സാം പിട്രോഡയെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ സാം പിട്രോഡ ആവശ്യപ്പെട്ടത് 1 രൂപയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി 1 രൂപ ശമ്പളത്തിൽ നാട്ടിലെത്തി അദ്ദേഹം സൃഷ്ടിച്ചതാണ് നമ്മുടെ നാടിൻ്റെ ടെലിഫോൺ നെറ്റ്വർക്ക്. പഴയ കാലഘട്ടത്തിലേക്ക് ഒരു ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു വീട്ടിൽ മാത്രമായിരുന്നു ഒരു ഫോൺ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ നാട്ടിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സംവിധാന പ്രകാരം നാട്ടിലാകമാനം ടെലിഫോൺ ബൂത്തുകളായി. പിന്നീട് ഫോൺ മാറി. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരും നാട്ടിലില്ല. ഞാനത് എടുത്തു പറയാൻ കാരണം വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ സമൂഹം ജന്മം നൽകിയ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ പേര് കൂടി നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് സാം പിട്രോഡ. സത്യനാരായണ പിട്രോഡയെ നമ്മൾ അറിയേണ്ടതാണ്. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ. സമാജം പ്രസിഡന്റ് പുലിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. SSLC+2 അവാർഡ് വിതരണം, പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ എന്നിവ ചടങ്ങിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എസ് അംബിക, BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, J രാധാകൃഷ്ണൻ, രഞ്ജിതം ജനാർദ്ദനൻ, PC ഗോപാലകൃഷ്ണൻ, T അശോക് കുമാർ, P വേണുഗോപാലൻ ആചാരി, PE ഹരിഹരൻ, K രംഗസ്വാമി, R രാധാകൃഷ്ണൻ, രംഗം മുരുകൻ, ദിവ്യ ബാലാജി, സരിത ജയൻ, C കുമരേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.